തന്ത്രപരമായ സഹകരണം ശക്തമാക്കാൻ ഇന്ത്യയും ഖത്തറും തമ്മിൽ തീരുമാനം. പ്രധാനമന്ത്രി നരേന്ദ്രമോദിയും ഖത്തർ അമീർ ഷെയ്ഖ് തമീം ബിൻ ഹമദ് അൽത്താനും ഡൽഹിയിൽ നടത്തിയ ചർച്ചയിലാണ് ധാരണയായത്. വ്യാപാര നിക്ഷേപ മേഖലകളിൽ നിരവധി ധാരണാപത്രങ്ങൾ കൈമാറി. ധനമന്ത്രി നിർമ്മല സീതാരാമൻ അടക്കമുള്ളവർ പങ്കെടുത്തു. ഡൽഹിയിൽ നിന്ന് ശരത്ത് ഏതൊക്കെ മേഖലകളിലാണ് ഇപ്പോൾ പരസ്പര സഹകരണത്തിന് ഇരു നേതാക്കളും തമ്മിൽ ധാരണയായിരിക്കുന്നത്? ഇപ്പോൾ ഹൈദരാബാദ് ഹൗസിൽ വെച്ച് പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുമായും നടത്തിയ ചർച്ചകളിലാണ് ഈ MOUകൾ ഒപ്പുവെച്ചത്. പ്രധാനമായും ലിക്വിഫൈഡ് നാച്ചുറൽ പെട്രോളിയം ഗ്യാസ് പ്രകൃതിവാതകം ഇറക്കുമതി ചെയ്യുന്നതിനുള്ള കരാറാണ് ഒപ്പുവെച്ചത്. 2030 വരെ ഇന്ത്യയിലേക്കുള്ള പ്രകൃതിവാതകം തടസ്സം കൂടാതെ ലഭ്യമാക്കുന്ന ഒരു കരാറിലാണ് ഒപ്പുവെച്ചിരിക്കുന്നത്. ഏത് പോർട്ടിൽ വേണമെങ്കിലും ഇറക്കാനുള്ള സാധ്യതയും ഈ കരാറിൻ്റെ ഭാഗമായിട്ടുണ്ട്. അതുപോലെ തന്നെ ടൂറിസം രംഗത്തെയും അതുപോലെ തന്നെ ട്രേഡിംഗ് രംഗത്തെയും കച്ചവട രംഗത്തെയും സഹകരണവും അടങ്ങുന്ന കരാറുകൾ ഒപ്പുവെച്ചിട്ടുണ്ട്. ഇന്ത്യയിലെ വിവിധ പദ്ധതികളിൽ ഖത്തർ ഇൻവെസ്റ്റ് ചെയ്യുന്ന കാര്യം ഈ ചർച്ചയിൽ ഭാഗഭാക്കമായി എന്നാണ് നമുക്ക് ലഭിക്കുന്ന വിവരം. ഏതായാലും പ്രധാനമന്ത്രിയുമായിട്ട് വളരെ ദീർഘപരമായ 12 മണിവരെ ഹൈദരാബാദിൽ ദീർഘമായ ചർച്ചയാണ് നടന്നത്. അതിനുശേഷമായിരുന്നു ഉച്ചഭക്ഷണത്തോടു കൂടിയുള്ള ഉച്ചഭക്ഷണ സൽക്കാരവും. അത് കഴിഞ്ഞിട്ടാണ് MOU സൈൻ ചെയ്യുകയും ചെയ്തത്. വൈകിട്ട് 5 മണിക്ക് രാഷ്ട്രപതി ഖത്തർ അമീറിന് വിരുന്നൊരുക്കുന്നുണ്ട്. 9:15 ഖത്തർ അമീർ ഇന്ത്യ സന്ദർശനം കഴിഞ്ഞ് തിരിച്ചു പോകും. ഇന്ത്യയെ സംബന്ധിച്ചോളം നിരവധി മലയാളികളടക്കം നിരവധി ഇന്ത്യക്കാർ ജോലി ചെയ്യുന്ന ഒരു രാജ്യമാണ് ഖത്തർ. അതുപോലെ തന്നെ വളരെ പ്രധാനപ്പെട്ട ഖാസ അടക്കമുള്ള പശ്ചിമേഷ്യയിലെ സ്ഥിതിഗതികളും പ്രധാനമന്ത്രിയുമായുള്ള ചർച്ചാ വിഷയമായി എന്നാണ് നമുക്ക് ലഭിക്കുന്ന വിവരം. ഏതായാലും ഖത്തർ ഇടപെടലും ഖാസയിലെ അതേ സമാധാന ചർച്ചയിലെ ഖത്തർ ഇടപെടലിനെ പ്രധാനമന്ത്രി പ്രകീർത്തിച്ചു എന്നും നമുക്ക് ലഭിക്കുന്ന വിവരമുണ്ട്. ഏതായാലും ഇന്ത്യയെ സംബന്ധിച്ചുള്ള പ്രകൃതിവാതകം ലഭ്യമാക്കുന്നതിനുള്ള ഒരു കരാറാണ് 2030 വരെ പ്രകൃതിവാതകം ഇന്ത്യക്ക് ലഭ്യമാക്കുന്ന കരാറിലാണ് ഒപ്പുവെച്ചിരിക്കുന്നത്. ഇത് ഇന്ത്യയെ സംബന്ധിച്ചോളം പെട്രോളിയം ഇറക്കുമതി കുറക്കുന്നതിനുള്ള ഒരു വഴി കൂടിയാണ്. ലക്ഷ്മി പത്മ. ശരി ശരത്ത്.